നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് ക്ഷീണമൊക്കെ മാറി എനർജറ്റിക് ആയിരിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഒന്ന്. അപ്പോൾ നമുക്കതിന് വേണ്ടിയിട്ട് ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഓറഞ്ച് കുരു എല്ലാം കളഞ്ഞ് ഇതുപോലെ എടുത്തിരിക്കുന്നതാണ്. സാധാരണ ഇങ്ങനത്തെ ഓറഞ്ച് ഞാൻ എടുക്കുമ്പോൾ അതിൽ കുരുവൊന്നും ഉണ്ടാവാറില്ല, പക്ഷെ ഇതിൽ കുരു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കുരുവെല്ലാം മാറ്റിയതിന് ശേഷം വേണം ജ്യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ജ്യൂസ് ചെയ്യുന്ന സമയത്ത് വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ, അപ്പോൾ വാട്ടർ ആഡ് ചെയ്യാനാണ് ജ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ജ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ABC ജ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ABC നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നതും കുഴപ്പമില്ല, പക്ഷേ ഈ ജ്യൂസ് നമ്മൾ വെള്ളമില്ലാണ്ട് ഓറഞ്ച് ജ്യൂസിലാണ് ചെയ്യുന്നത്. ക്യാരറ്റും ഓറഞ്ചും വെച്ചിട്ടുള്ള ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, കാരണം ക്ഷീണമൊക്കെ മാറാൻ നല്ലതാണ്, ന്യൂട്രി റിച്ച് ആയിട്ടുള്ളൊരു ജ്യൂസാണ്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 3 ഓറഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓറഞ്ച് ഇടുന്ന സമയത്ത് കുരു ഇല്ലാതെ ഇടാനായിട്ട് ശ്രമിക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസ് കഴിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇത് ഊട്ടി ക്യാരറ്റാണ്, നിങ്ങൾക്ക് ഏത് ക്യാരറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഞാനൊരു 2 എണ്ണം എടുത്തിട്ടുള്ളൂ, ചെറിയ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ചേർക്കുന്നത്, ചെറിയൊരു പീസ്. അതുപോലെ തന്നെ ഹണിയാണ് ചേർക്കുന്നത്. ഇത് എനർജി ഡ്രിങ്ക് ആയതുകൊണ്ട് തന്നെ പഞ്ചസാര നമ്മൾ ചേർക്കുന്നില്ല, ഷുഗർ ഇല്ലാത്ത ജ്യൂസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരളവിൽ മാത്രമേ ഹണി ചേർക്കുന്നുള്ളൂ, ഓവറായിട്ട് മധുരത്തിന് വേണ്ടിയിട്ടല്ല, ന്യൂട്രി റിച്ച് ആയതുകൊണ്ടാണ് അതിലേക്ക് ഹണി ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ചെറിയൊരു ഒരു ലെമണിൻ്റെ പകുതിയാണ് നമ്മൾ ചേർക്കുന്നത്, അത് ഇതിലേക്ക് പിഴിഞ്ഞ് വെക്കാം. ഈ ലെമണും ഓറഞ്ചും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കുരു വരാതെ ശ്രദ്ധിക്കുക. ഓക്കെ, പിന്നെ ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരട്ടെ. ഇപ്പോൾ നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല, ഇത് മതി. നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ട് വരാം. ഓക്കെ, ഞാൻ ജ്യൂസ് അരിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അരിക്കുന്ന സമയത്ത് ഒട്ടും വെള്ളമില്ല എന്ന് തോന്നുകയാണെങ്കിൽ, കാരണം ക്യാരറ്റ് നമ്മൾ ജ്യൂസ് അടിക്കുന്ന സമയത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ ആയിരിക്കും. അപ്പോൾ ചില ഓറഞ്ച് എടുക്കുന്ന സമയത്ത് ഒട്ടും വെള്ളം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ അളവിൽ ഒരു 1/2 ഗ്ലാസ്സൊക്കെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം. ഓക്കെ, ഓവറായിട്ട് വെള്ളം ഒഴിക്കരുത്. അപ്പോൾ ഇതെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒന്നുകൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇത് ഓറഞ്ചിൻ്റെ തൊലിയാണ്, ഓറഞ്ചിൻ്റെ തൊലി പീൽ ചെയ്തെടുത്തിട്ടുള്ളതാണ്, ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഞാനിപ്പോൾ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമത് ചേർക്കേണ്ട ആവശ്യമില്ല, ആദ്യം നമ്മൾ ജ്യൂസ് അടിക്കുന്ന ടൈമിൽ തന്നെ ഇതിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, ഓറഞ്ചിൻ്റെ തൊലി നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഇതാ നമ്മുടെ ന്യൂട്രി റിച്ച് ആയിട്ടുള്ള ജ്യൂസ് റെഡിയാണ് കേട്ടോ. ഇത് നമ്മൾ ഓവറായിട്ട് കുടിക്കണമെന്നില്ല, ചെറിയൊരു അളവിൽ കുടിച്ചാലും മതി, കാരണം ഇത് തിക്കായിട്ടുള്ള ജ്യൂസാണ്. ഓറഞ്ച് ജ്യൂസും ക്യാരറ്റിൻ്റെ ജ്യൂസും കൂടെ മാത്രമേ ഉള്ളൂ, ഇതിൽ വാട്ടർ കണ്ടന്റ് എല്ലാം വളരെ കുറവാണ്. അപ്പോൾ ചെറിയൊരു അളവിൽ കുടിച്ചാൽ തന്നെ മതിയാകും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.